നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയിൽ ചെറു പാർട്ടികൾ വലിയ തലവേദന. ഒന്നുകിൽ മുന്നണിയിൽ നിന്നും ഇവരെ പുറത്താക്കും, അല്ലെങ്കിൽ പുറത്തു പോകും. മന്ത്രി പദവികൾ മോഹിക്കുന്ന ചെറു കക്ഷികളുടെ വടംവലി തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി നിലവിലെ ഇടതുപക്ഷ സർക്കാരിനും ഇടതുമുന്നണിക്കും മുന്നണിയെ നയിക്കുന്ന CPM-നും വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം മുന്നണിക്കകത്തുള്ള ചില ചെറിയ കക്ഷികൾ സമ്മർദ്ദവും വാശിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒടുവിലായി ഉണ്ടായ രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിയിൽ CPI-ക്ക് കേരള കോൺഗ്രസ് മാണിക്കും നൽകിയതാണ് ചില ചെറു കക്ഷികളെ എതിർപ്പിന്റെ സ്വരമുയർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. മുൻപ് MP ആയിരുന്ന വീരേന്ദ്രകുമാർ നയിച്ച RJD പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വീരേന്ദ്രകുമാറിന്റെ മകനായ ശ്രേയസ് കുമാറാണ്. RJD എന്നാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ പേര്. പഴയ ജനതാ പാർട്ടി പിളർന്ന പല പേരുകളിൽ രൂപപ്പെട്ട ഒന്നാണ് RJD. ഈ പാർട്ടിക്ക് കേരള നിയമസഭയിൽ ഒരു അംഗമാണുള്ളത്. നിയമസഭയിൽ ഒരു അംഗം മാത്രമുള്ള ഘടകകക്ഷികൾ ചിലർക്ക് പകുതി കാലത്തേക്ക് മന്ത്രി പദവി നൽകിയ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ RJD നേതാക്കൾ മന്ത്രിസ്ഥാനം ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. വെറുതെ ചോദിക്കുക മാത്രമല്ല, വലിയ ശക്തമായ പ്രതിഷേധമാണ് പാർട്ടിയുടെ യോഗത്തിന് ശേഷം പാർട്ടി പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. തങ്ങൾ ഇടതുമുന്നണിയിൽ വലിഞ്ഞു കയറി വന്നവരല്ല എന്നും തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് ക്ഷണിച്ചതുകൊണ്ട് മുന്നണിയിൽ വന്നതാണെന്നും RJD നേതാക്കൾ വിശദീകരിച്ചു. ശ്രേയസ് കുമാറിന്റെ ഈ പരാതിക്ക് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനതാദൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ചിലർ ചേർന്നാണ് JDS എന്ന പാർട്ടിയായി മാറിയത്. ആ പാർട്ടിക്ക് നിയമസഭയിൽ ഒരു അംഗം മാത്രമാണുള്ളത്. ഈ ഒരംഗം ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിക്ക് നൽകുന്ന പരിഗണന പോലും JDS-ന് നൽകിയില്ല എന്ന പരാതിയാണ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ശേഷിക്കുന്ന ഒരു വർഷക്കാലത്തേക്കെങ്കിലും കൃഷ്ണൻകുട്ടിയെ മന്ത്രി പദവിയിൽ നിന്നും മാറ്റി നിർത്തി അംഗമായ PK മോഹനനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന പാർട്ടിയാണ് RJD. എന്നാൽ ഇടതുമുന്നണി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം തർക്കത്തിൽ നിൽക്കുന്ന ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് ലയിച്ച ശേഷം മന്ത്രി പദവിയുടെ കാര്യം ആലോചിക്കാം എന്ന രീതിയിലുള്ള തീരുമാനമാണ് CPM നേതൃത്വം ഇടതുമുന്നണിയും കൈക്കൊണ്ടിട്ടുള്ളത്. ഈ തീരുമാനം നേരത്തെ തന്നെ രണ്ട് പാർട്ടികളെയും അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ നേതാക്കൾ തമ്മിലുള്ള അകലം മൂലം ലയിക്കുക എന്നത് നടക്കാത്ത കാര്യമായി അവശേഷിക്കുകയാണ്. ഇടതുമുന്നണിയിൽ RJD പാർട്ടി പങ്കാളിയാകുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ആ പദവി ഞങ്ങൾക്ക് വിട്ടുതരേണ്ടതല്ലേ എന്ന ചോദ്യം നേതാക്കൾ ഉയർത്തുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക് നേരത്തെ ഒരു സീറ്റ് ലഭിച്ചിരുന്നത് UDF-ൽ നിന്ന അവസരത്തിലാണ്. MP വീരേന്ദ്രകുമാർ മത്സരിച്ച സീറ്റാണ് RJD-ക്ക് ലഭിച്ചത്. എന്നാൽ UDF വിട്ട് LDF-ൽ ചേർന്ന ശേഷം ലോക്സഭാ സീറ്റ് പോലും തന്നില്ല എന്ന പരാതിയും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. യാതൊരുവിധ ഘടകകക്ഷി ചർച്ചയും നടത്താതെയാണ് 15 സീറ്റുകളിൽ CPM 4 സീറ്റിലും ഒരു സീറ്റിൽ CPI-ക്കും മാണി കേരള തരത്തിൽ തീരുമാനമെടുത്തത് എന്ന ആക്ഷേപവും RJD നേതാക്കൾ ഉയർത്തുന്നുമുണ്ട്. ഇടതുമുന്നണിക്കകത്തുള്ള മറ്റൊരു ജനതാദൾ ഇതേപോലെ തന്നെ തർക്കവുമായി നിലനിൽക്കുകയാണ്. ഇതിന് പുറമെയാണ് മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ NCP പാർട്ടിയുടെ സ്ഥിതി. 2 MLA-മാരുള്ള NCPക്ക് ഒരു മന്ത്രി പദവി നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് NCP മന്ത്രി. എന്നാൽ പാർട്ടിയുടെ മറ്റൊരു MLA ആയ തോമസ് K തോമസ് പകുതി കാലത്ത് മന്ത്രി പദവി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുമുന്നണിക്കും ഉണ്ടായിരിക്കുന്ന കനത്ത തോൽവി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലാണ് ചില ചെറു കക്ഷികളുടെ മന്ത്രി പദവി പ്രശ്നവുമായി പുതിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 ഭരണകക്ഷിക്ക് ലഭിക്കുകയാണ്. ഈ 2 ഒരെണ്ണം സ്വാഭാവികമായും CPM-ന് അവകാശപ്പെട്ടതാണ്. എന്നാൽ നിലവിലെ പ്രതിസന്ധികൾ കണക്കിലെടുത്തുകൊണ്ട് മുന്നണിയിലെ 3ാമത്തെ വലിയ പാർട്ടിയായ മാണി കേരള കോൺഗ്രസിന് കൊടുക്കുക എന്നതാണ് CPM എടുത്തിരിക്കുന്ന തീരുമാനം. മുഖ്യമന്ത്രിയാണ് ഒരു സീറ്റ് മാണി കേരളയ്ക്ക് കൊടുക്കുന്ന തീരുമാനമുണ്ടാക്കിയത്. CPM-ന് ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ട സാഹചര്യം പാർട്ടിക്കകത്ത് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് മോഹിച്ചിരുന്ന പല CPM നേതാക്കളുമുണ്ട്. അവരാണ് ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്നത്. ഏതായാലും നിലവിൽ ഭരണകക്ഷിയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയെടുക്കുകയും ചെയ്ത ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്ന 2 കൊല്ലക്കാലം തലവേദനകൾ നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പരാതികളും പ്രതിഷേധങ്ങളും ഉയർത്തിക്കൊണ്ട്
നിലനിൽക്കുന്ന മുന്നണിയിലെ ചെറു പാർട്ടികൾ അടുത്ത കൊല്ലം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പുതിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രതിസന്ധികളും ഇടതുപക്ഷ മുന്നണിക്ക് തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. നന്ദി.